രക്ഷിച്ചു. അതെപ്പോഴും സാധിച്ചെന്ന് വരില്ല. ചന്ദ്രു അടങ്ങിയിരിക്കില്ല. ഇനിയുള്ള ഓരോ നിമിഷവും എനിക്കറിയാം. നമ്മൾ എന്തിനാണ് ആവശ്യമില്ലാത്ത ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കുന്നത്? മറ്റുള്ളവരുടെ വിധി അവർക്ക് വിട്ടുകൊടുത്ത പോലെ മതിയാകുമായിരുന്നു. നീയും ഞാനും ഇന്നും ബോംബെയിലെ തെരുവുകളിലായിരുന്നെങ്കിൽ രാധയ്ക്കൊരപകടവും സംഭവിച്ചൂടാ. അവളെ രക്ഷപ്പെടുത്തിയേ തീരൂ. എങ്കിൽ അവളെ ഉടനെ എങ്ങോട്ടെങ്കിലും മാറ്റണം. അതാണ് ബുദ്ധി. യെസ്. രാധ ഈ നിമിഷം ഇവിടെ നിന്ന് മാറണം. എങ്ങോട്ട്? വിശ്വസിക്കാവുന്ന സേഫായ എങ്ങോട്ടെങ്കിലും. ഒരിക്കൽ കൈവിട്ടു പോയത് കൊണ്ട് പിന്മാറുന്ന പ്രകൃതക്കാരനല്ല ചന്ദ്രു. പിന്മാറാൻ നേതാജി അയാളെ അനുവദിക്കുകയുമില്ല. ഏതു വിധേനയും രാധയെ ഇല്ലാതാക്കാൻ അവർ ശ്രമിക്കും. ഇനിയുള്ള ഓരോ നിമിഷവും രാധയുടെ ജീവൻ അപകടത്തിലാണ്. എനിക്കറിയാം. പക്ഷേ സ്വയം മരിക്കാൻ തയ്യാറായവളാണ് ഞാൻ. ഞാൻ മരിച്ചാൽ ആർക്കും ഒരു നഷ്ടമില്ല. രാധേ, എനിക്കാരുമില്ല സേതു. എനിക്ക് രാധ നശിച്ചാൽ തോൽക്കുന്നത് ഞാനായിരിക്കും. സേതു, അന്ന് രാത്രി രാധയെ രക്ഷിച്ചപ്പോൾ ജീവിതത്തിൽ ആദ്യമായി എന്തോ നേടിയെന്ന് എനിക്ക് തോന്നിപ്പോയി. നേടിയത് എന്താണെന്ന് എനിക്കറിയില്ല. ഒരുപക്ഷെ ഞാൻ നേടിയത് നിങ്ങളായിരിക്കാം. നിങ്ങളെ എനിക്ക് നഷ്ടപ്പെട്ടുകൂടാ. ഐ കനോട്ട് അഫോർഡ് ടു മിസ് യു രാധ. എനിക്കാരുമില്ല. ഐ കനോട്ട് മിസ് യു. രാധ എങ്ങോട്ട് പോകുന്നു? ഫാദർ, ഐ നീഡ് യുവർ ഹെൽപ്പ്. വാട്ട് കൈൻഡ് ഓഫ് ഹെൽപ്പ് യു എക്സ്പെക്ട് ഫ്രം മീ? പറയൂ. രാധയുടെ ജീവൻ അപകടത്തിലാണ്. കുറച്ചു നാളത്തേക്ക് ഇവർക്കിവിടെ അഭയം നൽകണം. എന്തുകൊണ്ടെന്നോ എന്തിനു വേണ്ടിയെന്നോ ചോദിക്കരുത്. ഒരു വിശദീകരണത്തിനുള്ള സാവകാശം എനിക്കില്ല. അറിഞ്ഞേ തീരുമെങ്കിൽ രാധ പറയും. താങ്ക് യു ഫാദർ. വരട്ടെ. ഞാൻ തിരിച്ചു വരും. ജോലി തീർത്തോ? ഇല്ല. ചന്ദ്രുവിൽ നിന്ന് എനിക്ക് ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു അനുഭവം. എവിടെയാണ് തെറ്റുപറ്റിയത്? ഞാൻ ഏൽപ്പിച്ചവൻ ഒഴിഞ്ഞു മാറി. ഒഴിഞ്ഞു മാറുക മാത്രമല്ല, അവനിപ്പോൾ അവളുടെ രക്ഷകനുമായി. അവൾ ജീവിച്ചിരുന്നാൽ അത് എത്രത്തോളം എന്നെ ബാധിക്കുമെന്ന് നീ മനസ്സിലാക്കുന്നില്ല. ചന്ദ്രു ഒന്നോർക്കണം, എന്റെ മേൽ ഒരു കുരുക്ക് വീഴുമ്പോൾ അതിനു മുമ്പ് 100 കുരുക്കുകൾ നിന്റെ കഴുത്തിൽ മുറുകിയിരിക്കും. നിനക്കെന്നെ അനുസരിച്ചേ പറ്റൂ. ഭീഷണി വേണ്ട. ചന്ദ്രു ഏറ്റ കാര്യങ്ങൾ നിറവേറ്റാതിരുന്നിട്ടില്ല. Then what happened to you? അവളുടെ കഥ ഞാൻ കഴിക്കുമായിരുന്നു, എന്റെ സ്വന്തം കൈകൊണ്ട്. ഐ ആൾമോസ്റ്റ് ഡിഡ് ഇറ്റ്. പക്ഷെ അല്പം പാളിപ്പോയി. ആൻഡ്രൂസിന്റെ മകൻ ഫ്രെഡി ഇതിനിടയിൽ കടന്നു വന്നു. ഫ്രെഡി ഇവിടെയോ? യെസ്. ഇന്ന് അവളെ തിരഞ്ഞ് ഞാൻ അവൾ താമസിക്കുന്നിടത്ത് പോയി. പക്ഷെ അവൾ അവിടെ ഇല്ല. What do you mean? സേതുവും ഫ്രെഡിയും ചേർന്നാവണം.
അവളെ എങ്ങോട്ടോ മാറ്റിയിരിക്കും. എങ്ങോട്ട്? അതിനുത്തരം പറയാൻ കഴിയുക രാമുവിനാണ്. പഴയ ഒരു കടം അവൻ എന്നോട് ബാക്കിയുണ്ട്. അവൻ പറയിപ്പിക്കും. രാധ എവിടെ ഒളിപ്പിച്ചിരിക്കുന്നു എന്ന് നിനക്കറിയാം? എനിക്കറിയില്ല. കൊടൈക്കനാലിലെ ഈ കൊക്കയിൽ ഒരു കള്ളുകുടിയൻ പട്ടറുടെ ശവം. ആർക്കും ഒരു സംശയവും തോന്നില്ല. കുടിച്ച അബോധാവസ്ഥയിൽ കാൽ വഴുതി വീണതാണെന്നേ വിചാരിക്കൂ. ചന്ദ്രു, ജീവിക്കണമെന്നുണ്ടെങ്കിൽ ഒറ്റ മറുപടി മാത്രം. എവിടെ രാധ? ഞാൻ പറയാം. മേത്താജി, ഗുഡ് മോർണിംഗ് ഫാദർ. ഗുഡ് മോർണിംഗ്. വരൂ, അകത്തേക്ക് ഇരിക്കാം. വേണ്ട, പുറത്തു നിന്ന് സംസാരിക്കുന്നതാണ് നല്ലത്. എന്താ പ്രത്യേകിച്ച്? രാധ എവിടെയാണ് ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത്? What do you mean? നോക്കൂ ഫാദർ, ഒരു മുഖവരയുടെ ആവശ്യമില്ല. നമ്മൾ സുഹൃത്തുക്കളാണ്. പുരോഹിതന്മാരെ എന്നും മേത്ത ബഹുമാനിച്ചിട്ടുണ്ട്. ഇനിയും അങ്ങനെ തന്നെ ആയിരിക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം. അവളെ എനിക്ക് വേണം, കൂടിയേ തീരൂ. അവൾ സ്വമേധയായി ഇറങ്ങി വരുന്നുവെങ്കിൽ ഞാൻ തടയുകയും. പക്ഷേ എൻ്റെ അടുക്കൽ അഭയം തേടിയ ആരെയും ഉപേക്ഷിക്കാൻ നിർവാഹമില്ല മേത്താജി. നോക്കൂ ഫാദർ, ഇത് ഞാനും അവളും തമ്മിലുള്ള കണക്കാണ്. നിങ്ങൾ എന്തിനും ഇതിൽ ഇടപെടണം? ക്ഷമിക്കണം മേത്താജി, എനിക്കൊരു കണക്ക് മാത്രമേ അറിയൂ, സ്നേഹത്തിൻ്റെയും രക്ഷയുടെയും. അവിടെ വിദ്വേഷത്തിനോ പകയ്ക്കോ യാതൊരു സ്ഥാനവുമില്ല. ഐ എം സോറി. ജസ്റ്റ് എ മിനിറ്റ്. നിങ്ങളൊരു ക്രിസ്ത്യൻ പുരോഹിതനല്ലേ? ഒരു ഹിന്ദു സ്ത്രീയെ രക്ഷിക്കാനുള്ള ബാധ്യത നിങ്ങൾക്ക് എന്താണ്? എല്ലാ മനുഷ്യരെയും രക്ഷിക്കാൻ വേണ്ടി 2000 വർഷങ്ങൾക്ക് മുമ്പ് അവതരിച്ച ക്രിസ്തുദേവൻ ഒരു ക്രിസ്ത്യാനി ആയിരുന്നില്ല. ക്രിസ്ത്യാനികളെ രക്ഷിക്കാൻ വേണ്ടിയല്ല അദ്ദേഹം കുരിശിലേറിയത്. He did it for the sake of humanity. ഞാൻ ജ്ഞാനസ്നാനം ഏൽക്കാൻ വന്നതല്ല. I know it. ലുക്ക് ഹിയർ ഫാദർ, രാധയെ വിട്ടു തന്നില്ലെങ്കിൽ അതിന്റെ ഫലം ഫാദർ അനുഭവിക്കേണ്ടി വരും. ക്രിസ്തുദേവൻ അനുഭവിച്ചിടത്തോളം പീഡകൾ എനിക്ക് വേണ്ടി വരില്ലല്ലോ. ഫാദർ, നിങ്ങളുടെ അധികാര പരിധിയിൽ നിന്നുകൊണ്ടാണ് നിങ്ങൾ സംസാരിക്കുന്നത്. നിങ്ങൾക്കും മേലധികാരികളുണ്ട്. അവരെയും മേത്താജിക്ക് അറിയാം. അവരാജ്ഞാപിച്ചാൽ നിങ്ങൾക്ക് അനുസരിക്കേണ്ടി വരും. അതപ്പോൾ now you can go, Mr. മേത്താജി. ബഹുത് ശുക്രിയ. ഒരു വൃദ്ധ പുരോഹിതന് നൽകാൻ കഴിയുന്ന സുരക്ഷിതത്വത്തിന് പരിമിതികളുണ്ട് സേതു. മേത്താജിയെപ്പോലുള്ള ഒരു വ്യവസായ പ്രമുഖന് ചെലുത്താൻ കഴിയുന്ന സ്വാധീന ശക്തിക്ക് പരിമിതികളില്ല. ഇപ്പോൾ താമസിപ്പിച്ചിരിക്കുന്നിടത്ത് തന്നെ രാധ എത്രമാത്രം സുരക്ഷിതയാണെന്ന് പറയാൻ നിവൃത്തിയില്ല. അറിഞ്ഞിടത്തോളം അയാൾ സാത്താനാണ്. ഒന്നിനും അയാൾ മടിക്കില്ല. എനിക്ക് ഒന്നിനും മടിയില്ല. എന്തിനും തയ്യാറായിട്ട് തന്നെയാണ് എന്റെയും പുറപ്പാട്. പക്ഷെ ഫാദർ, എനിക്കൊരല്പം സമയം തരണം. അതിനുള്ളിൽ ഞാൻ അവനെ അവസാനിപ്പിക്കും. കുഞ്ഞെ, അവസാനിപ്പിക്കാൻ ആരംഭിച്ചവന് മാത്രമേ കഴിയൂ. ട്രൈ ടു ബി പ്രാക്ടിക്കൽ മൈ ബോയ്. രാധയുടെ സുരക്ഷിതത്വത്തിന് അവളിവിടുന്ന് മാറിയേ പറ്റൂ. ഫാദർ, അരമനയിൽ നിന്നൊരു നിർദ്ദേശം വന്നാൽ എനിക്ക് അനുസരിക്കാൻ നിവൃത്തിയില്ല. And Mehtaji is capable of obtaining such a permission. ഈ സാഹചര്യത്തിൽ രാധയെ രക്ഷപ്പെടുത്താൻ സേതുവിന് മാത്രമേ കഴിയൂ. പക്ഷെ അതിനുള്ള വഴി മേത്താജി അവസാനിപ്പിക്കലല്ല. അയാളുടെ കണ്ണുകൾ ചെന്നെത്താത്ത എവിടേക്കെങ്കിലും അവളെ വിളിച്ചുകൊണ്ടു പോവുകയാണ്. ആയുഷ്കാലം മുഴുവൻ ആ ഒളിസങ്കേതത്തിൽ കുടിയിരുത്താനല്ല, കഴിഞ്ഞതൊക്കെ മറന്ന് അവൾക്കൊരു പുതിയ ജീവിതം കൊടുക്കാൻ. അതിന് സേതുവിന് കഴിയുമോ? കഴിയുമെങ്കിൽ പറയൂ, ഞാൻ നിങ്ങളെ സഹായിക്കാം. നല്ലവണ്ണം ആലോചിച്ചെടുക്കേണ്ട തീരുമാനമാണ്. എടുത്തുചാട്ടത്തിന്റെ നിമിഷങ്ങളല്ല. രാധയ്ക്ക് സമ്മതമാകുമെങ്കിൽ? രാധയ്ക്ക് അത് സമ്മതമായിരുന്നില്ലെങ്കിൽ ഞാൻ സംസാരിക്കുമായിരുന്നോ സേതു? ഫാദർ, ഞാൻ രാധയോടെല്ലാം വിശദമായി സംസാരിച്ചിട്ടുണ്ട്. ഞാൻ തയ്യാറാണ് ഫാദർ. ഗോഡ് ബ്ലസ് യു മൈ ബോയ്, ഗോഡ് ബ്ലസ് യു. എന്നോടൊപ്പം സെമിനാരിയിലുണ്ടായിരുന്ന ഫാദർ ഡിക്രൂസിന് പേർക്ക് ഞാനൊരു കത്ത് തരാം. ആരും അറിയാതെ നാളെ പുലർച്ചയ്ക്ക് ഇവിടുന്ന് പുറപ്പെടുന്നു. ഇനി വൈകണ്ട. നിങ്ങൾ രക്ഷപ്പെടുന്ന വിവരം ഞങ്ങൾക്ക് രണ്ടുപേർക്കും പിന്നെ ഫാദറിന് മാത്രമേ അറിയൂ. എങ്കിലും സൂക്ഷിക്കണം. ചന്ദ്രുവിൻ്റെയും മേത്താജിയുടെയും കണ്ണുകളും കാതുകളും എല്ലായിടത്തും കാണും.
ഫ്രെഡി, നീ തിരിച്ചു പോകണം. ഇതൊക്കെ മറക്കണം. ഞങ്ങളുടെ വഴി നിനക്കിണങ്ങില്ല. നിനക്കിനിയും ജീവിതമുണ്ട് ഞാൻ. വരട്ടെ രാമ. ഒരുപാട് ബുദ്ധിമുട്ടിച്ചു അല്ലേ?